അപ്പം നന്ദി പറയേണ്ടവരടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി പറയാൻ തിരുവനന്തപുരത്തേക്ക് കൂടി പോകണം. ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു. റിസൾട്ട് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ ഏതൊരാൾക്കും കയറി ചെല്ലാവുന്ന ഓഫീസാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെന്റ് ഓഫീസ്. എനിക്ക് ഒരു 10 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് വേണം പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ 24-ാം തീയതി. അപ്പം നന്ദി പറയേണ്ടവരടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി പറയാൻ തിരുവനന്തപുരത്തേക്ക് കൂടി പോകണം. ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു. റിസൾട്ട് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ ഏതൊരാൾക്കും കയറി ചെല്ലാവുന്ന ഓഫീസാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെന്റ് ഓഫീസ്. എനിക്ക് ഒരു 10 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് വേണം പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ 24-ാം തീയതി. പിരിയാരിയിലെ പിരിപോയ പരിൻ അഥവാ സരിൻ പി സരിൻ, ആ സരിൻ പാലക്കാട് ബൈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന്റെ തൊട്ടു തലേന്നത്തെ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് നിങ്ങൾ കണ്ടത്. കന്റോൺമെന്റ് ഹൗസ് അവിടെ ഉണ്ടെങ്കിൽ, അവിടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് നന്ദി പറയണമെന്ന് അന്ന് പറഞ്ഞതാണ്. ഇന്നിപ്പോ സരിൻ പറയുന്നത് അതല്ല. സരിൻ ഇന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കാല് ഞാൻ പിടിക്കാം, എന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണം എന്നൊരു ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ആവശ്യം കൂടി പറയുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറ്റുവാണെങ്കിൽ ഒറ്റപ്പാലത്ത്, അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിൻ മത്സരിച്ച ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്ന ആവശ്യം കൂടി സരിൻ പറഞ്ഞു വെക്കുകയാണ്. അതിന് സരിൻ പ്രതിപക്ഷ നേതാവിന്റെ കാല് പിടിക്കാൻ തയ്യാറാണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ കാല് പിടിക്കാൻ തയ്യാറാണ്, ഷാഫി പറമ്പിലിന്റെ കാല് പിടിക്കാനും ഈ പറയുന്ന സരിൻ തയ്യാറാണ്. പക്ഷേ കോൺഗ്രസ് സരിനെ തിരിച്ചെടുക്കാൻ തയ്യാറല്ല. നീ പോയി പണി നോക്കടാ എന്നാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പറയുന്നത്. ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ട വിഷ്വല്, അത് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടിംഗ് കഴിഞ്ഞ് വോട്ട് എണ്ണുന്നതിന്റെ തലേ ദിവസമാണ് സരിൻ ഈ വെല്ലുവിളി, ഈ പറയുന്ന വീമ്പളക്കിയത്. ഇതിനെ വെല്ലുവിളി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തോ ഒരു പിരിപോയ ഒരുത്തന്റെ വർത്താനം, പിരായിരിയിലെ പിരിപോയ ഒരുത്തന്റെ വർത്താനം എന്ന് മാത്രമേ നമുക്കിതിനെ പറയാൻ കഴിയുള്ളൂ. അപ്പൊ സരിൻ അന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിട്ട് തുടരുകയാണെങ്കിൽ എന്നാണ്. സരിൻ എവിടെയാണെന്ന് അറിയില്ല. കന്റോൺമെന്റ് ഹൗസിലേക്ക് ഇതുവരെ പ്രതിപക്ഷ നേതാവിനെ സന്ദർശിക്കാൻ സരിൻ പോയതായിട്ടും നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു, 1 വർഷം കഴിയാറായി. സരിനെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസ് കന്റോൺമെന്റ് ഹൗസ് തന്നെയാണ്. അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. ഈ പറയുന്ന വി ഡി സതീശൻ തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. പിന്നെ താങ്കള് പാലക്കാട് തോറ്റതാണല്ലോ, അറിഞ്ഞിരിക്കുമല്ലോ. അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. എന്താണെങ്കിലും സരിനല്ല പാലക്കാട്ടെ MLA. പാലക്കാട്ടെ MLA അത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ 18,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിന് താങ്കളെ 3-ാം സ്ഥാനത്തേക്ക് ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട്, താങ്കളുടെ അതേ വാക്കുകൾ കടമെടുത്ത് പറയുന്നു, താങ്കളെ ബഹുദൂരം പിന്നിലാക്കി താങ്കളെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട്, അതും കേരളത്തിലെ ഭരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരിനെ 3-ാം സ്ഥാനത്തേക്ക് ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് 18,000-ൽ പരം ഭൂരിപക്ഷത്തിന് വിജയിച്ച് കയറിയിരിക്കുന്ന പാലക്കാട്ടിന്റെ MLA രാഹുൽ മാങ്കൂട്ടമാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സരിനെ കാണണമെങ്കിൽ ഈ പറയുന്ന തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല. സരിനെ രാഹുൽ മാങ്കൂട്ടം പാലക്കാടുണ്ട്. ഇന്നലെ കണ്ണാടിയിലുണ്ടായിരുന്നു. ഇന്നലത്തിന്റെ മുമ്പത്തെ ദിവസം മെനിഞ്ഞാന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പിരായിരിയിലുണ്ടായിരുന്നു. അപ്പോ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തന്നെയുണ്ട്. ഇനി അദ്ദേഹത്തെ കാണണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പാലക്കാട്ട് അദ്ദേഹത്തിന്റെ ഓഫീസുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഏത് സമയവും അദ്ദേഹം വേറെ പൊതുപരിപാടികളൊന്നും ഇല്ലെങ്കിൽ പാലക്കാട്ടെ ഓഫീസിലുണ്ടാവും. അതുകൊണ്ട് സരിനി വളരെ ധൈര്യത്തോടു കൂടി കയറി ചെല്ലാം. MLAയുടെ ഓഫീസ് എന്ന് പറയുന്നത് അത് ഇന്നലെ പിരായിരിയിൽ പോലും രാഹുൽ മാങ്കൂട്ടം ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ MLA ആണ്, എൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ പാലക്കാടാണ് ഏറ്റവും പ്രാധാന്യം, ഇവിടെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സരിൻ ഒരു കാര്യം ചെയ്യും. സരിൻ ഇപ്പോ മറുകണ്ഠം ചാടിയതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല.
രാഹുലിനെ MLA എന്നുള്ള രീതിയിൽ പോയി കാണാം. എന്താണെങ്കിലും രാഹുലും ഇപ്പോ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ നേരിടുന്ന വ്യക്തിയാണ്. ഒരു കാര്യം ചെന്നിട്ട് MLA ഓഫീസിൽ ചെന്നിട്ട് രാഹുലിന്റെ കാലിൽ വീണിട്ട് രാഹുലിന്റെ കാല് കഴുകിയിട്ട് ആ വെള്ളം കുടിക്കുകയും എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണോ അതോ ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥിയാക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പുനർവിചിന്തനം നടത്താം. ആദ്യം ഈ പറയുന്ന സരിൻ നേരെ രാഹുലിന്റെ ഓഫീസിലേക്ക് പോവുക, ഒരു കപ്പിൽ വെള്ളം എടുത്തോ അല്ലെങ്കിൽ ഒരു മഗ്ഗിലോ അല്ലെങ്കിൽ ഒരു മിനറൽ വാട്ടർ വാങ്ങിയാലും മതി. മിനറൽ വാട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ആ മിനറൽ വാട്ടറുമായി നേരെ രാഹുലിന്റെ ഓഫീസിലേക്ക് ചെല്ലുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് രാഹുലിന്റെ കാല് കഴുകിയിട്ട് ആ വെള്ളം കുടിക്കുക. അതിനുശേഷം നമ്മൾക്ക് തീരുമാനിക്കാം ഈ പറയുന്ന കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണോ, ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കണോ, മറ്റെന്തെങ്കിലും ചെയ്യണോ എന്നുള്ള കാര്യമൊക്കെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. എന്താണെങ്കിലും സരിന്റെ ഈ പറയുന്ന വീമ്പളക്കലും ഈ അഹങ്കാരവും ധാർഷ്ട്യവും അതൊക്കെ സരിനെ ഇച്ചിരി കൂടി മൂത്തിട്ട് പോലെ. മൂപ്പ് ആയിട്ടില്ല സരിനെ. VD സതീശനെ വെല്ലുവിളിക്കാൻ മാത്രം സരിന് ആയിട്ടില്ല. സരിന് വേണമെങ്കിൽ VD സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് മറുവട്ടം ചാടിയിട്ട് അവിടെ സ്ഥാനാർത്ഥിയാകാം. അവിടെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് VD സതീശനെതിരെ സംസാരിക്കാം, കോൺഗ്രസിനെതിരെ സംസാരിക്കാം, കോൺഗ്രസിനെ കുറ്റപ്പെടുത്താം, ഇതൊക്കെ ചെയ്യാം. അപ്പോഴും സരിന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2021 ഈ പറയുന്ന സരിന് കോൺഗ്രസ് സീറ്റ് നൽകുമ്പോൾ സരിന്റെ ഐഡന്റിറ്റി എന്തായിരുന്നു, സരിന്റെ പാരമ്പര്യം എന്തായിരുന്നു, സരിന്റെ രാഷ്ട്രീയ മേഖലയിലുള്ള പ്രവർത്തന മികവ് എന്തായിരുന്നു എന്ന് സരിൻ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി. അപ്പോ 2021 ഒന്നുമല്ലാത്ത സരിന് UDF സീറ്റ് നൽകി ഒറ്റപ്പാലത്ത് ഈ സരിനെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സരിൻ മറുകണ്ഠം ചാടിയിട്ട് ആ കോൺഗ്രസിനെയും ആ UDFനെയും ഈ പറയുന്ന VD സതീശനെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥിയാവാൻ തത്രപ്പാട് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ എലക്ഷൻ ജനങ്ങള് പാലക്കാട്ടെ ജനം വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും എലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം ഈ നടത്തിയിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഇതിനെ ആത്മവിശ്വാസം എന്ന് പറയാൻ കഴിയില്ല. ഇതിനെ അമിതാത്മവിശ്വാസം എന്നല്ല പറയുന്നത്, ഓവർ കോൺഫിഡൻസ് എന്നല്ല പറയുന്നത്. ആ ഓവർ കോൺഫിഡൻസ് സരിന് തന്നെയാണ് വിനയായിരിക്കുന്നത്. സരിൻ ഒരു കാര്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. പാലക്കാട്ടെ MLA സരിനല്ല. പാലക്കാട്ടെ ബൈ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചത് സരിനല്ല. അവിടെ പാലക്കാട്ടെ MLA രാഹുൽ മാങ്കൂട്ടമാണ്. പാലക്കാട് ബൈ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ്. അതിനപ്പുറം സരിനല്ല വിജയിച്ച് കയറിയത് എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാവണം. അത് നല്ലതാണ്. കാരണം അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇവർക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു പക്വതയുണ്ട്, ഒരു കോമൺ സെൻസ് ഉണ്ട്, ഒരു മാന്യതയുണ്ട്, ഒരു മൊറാലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും നല്ലതാ. വെല്ലുവിളികൾ ആവാം സരിനെ, അത് സരിനോ ഉള്ള ആളുകളോട് പോരെ. ഇത് സരിനേക്കാളും രാഷ്ട്രീയത്തിൽ, ഈ കക്ഷി രാഷ്ട്രീയത്തിൽ സരിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്നവരോട് ഇത്തരത്തിലുള്ള വീരവാദങ്ങളും ഇത്തരത്തിലുള്ള വെല്ലുവിളികളും ഒക്കെ നടത്തുന്നത് അത് അനുയോജ്യമായ ഒന്നാണോ? ഇപ്പോ എനിക്ക് തോന്നുന്നത് ഈ സരിന് എങ്ങനെയാണ് IFS കിട്ടിയത്, അല്ലെങ്കിൽ IPS കിട്ടിയത്, IAS കിട്ടിയത്, മീൻസ് സിവിൽ സർവീസ് എങ്ങനെയാണ് സരിൻ പാസ്സായത് എന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. കാരണം ഇങ്ങനെയും വലിയ ഒരു മരപ്പൊട്ടൻ എങ്ങനെ സിവിൽ സർവീസ് പാസ്സാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കേണ്ട കാര്യം തന്നെയല്ലേ. കാരണം സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് കോച്ചിങ്ങിന് പോകുന്ന ആളുകൾ, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞു കേൾക്കുന്നത് വലിയ ഒരു കടമ്പ തന്നെയാണ്. വലിയ പരിശ്രമവും വലിയ ഒരു കോൺസെൻട്രേഷനും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയും വളരെ അധികം ഉപയോഗിക്കേണ്ടതുമായ ഒരു മേഖലയാണ്. ആ മേഖലയിലേക്ക് ഈ സരിനെ പോലെയുള്ള മരമണ്ടന്മാര് എങ്ങനെയാണ് കയറി ചെന്നത്, എങ്ങനെ ആ സിവിൽ സർവീസ് നേടിയെടുത്തു എന്നുള്ള കാര്യം ഇപ്പൊ സംശയത്തിലാവുകയാണ്. ഇവരെ പോലെയുള്ള പൊട്ടനാണോ സിവിൽ സർവീസ് പാസ്സായത് എന്നുള്ള ചോദ്യം ഉയരുകയാണ് സമൂഹത്തിൽ. അപ്പൊ അതുകൊണ്ട് സരിനെ കളിച്ച കളികളൊക്കെ മതി, എവിടെയെങ്കിലും നിന്നോ. ഇനി അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ LDF വിട്ടിട്ട് BJPയിലേക്ക് കാല് മാറിക്കോ. അതൊന്നും ഇവിടെ UDFനെയോ കോൺഗ്രസിനെയോ ബാധിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങളുടെ വിഷയമേ അല്ല. പിന്നെ
കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം, ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ ഈ സരിൻ പറയാന്, സരിനെ നീ കോൺഗ്രസ്സുകാരനല്ല, മനസ്സിലായില്ലേ? നീ വെറും വേസ്റ്റ് ആണ്. ആ വേസ്റ്റ് നീ ഞങ്ങളോട് ആവശ്യം ഉന്നയിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. അതുകൊണ്ട് സരിന് ഇതൊക്കെ 8 നിലയിൽ മടക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്ക്, അല്ലെങ്കിൽ പാലക്കാട്ടെ CPM-ന്റെ ഓഫീസിൽ കൊണ്ടുവെക്ക്, അല്ലെങ്കിൽ അവിടെയും സ്ഥലമില്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു വലിയ ഭൂമി തട്ടിയെടുത്തുകൊണ്ട് വലിയ ബിൽഡിംഗ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്, AKG സെന്റർ. അവിടെ കൊണ്ടുപോയി വെക്ക്. അവിടെ ആകുമ്പോൾ കുറേ സ്ഥലം ഉണ്ടാവും. വലിയ ബിൽഡിംഗ് ആണ്, ഒരുപാട് നിലകളുള്ള ബിൽഡിംഗ് ആണ്. അവിടെ കൊണ്ടുപോയി വെക്ക്. അപ്പോൾ അതല്ല, കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നേ മതിയാവൂ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു MLA ആവണം, അതിന് പറ്റിയ സന്ദർഭം ഈ 2026 തന്നെയാണ്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ, പിണറായി വിജയന്റെ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ രോഷം സരിൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും UDF കൂടാരത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തിട്ട് മത്സരിച്ച് വിജയിച്ച് കയറാമെന്ന് സരിൻ കരുതുന്നുണ്ടെങ്കിൽ ആ വിശ്വാസമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് സരിനെ ഇനി സരിന്റെ ജീവിതകാലം കൊണ്ട് സരിന് ഒരു UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അവസരം കേരളത്തിലെ UDF-ഓ കോൺഗ്രസോ ഈ സരിന് നൽകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേട്ടോ.